രേഷ്മയെന്നും ഇരുമ്പിലാടം പതിപ്പിച്ച ഷൂസിൻ്റെ ശബ്ദം കേട്ടാണ് ഉണരുന്നത്. പഴയ സിനിമകളിൽ കുതിരകൾ പാഞ്ഞു പോകുമ്പോഴുള്ള ശബ്ദം പോലെയാണ് അവൾക്ക് തോന്നുന്നത്. അവൾ ജനാലയോടെ നോക്കുമ്പോൾ ബർമുഡയും ടീഷർട്ടും ധരിച്ച ഒരാൾ വേഗത്തിൽ നടന്നു പോകുന്നത് കാണാം. അവൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെയാണ് അവളെ വളർത്തുന്നത്. ചിറകിനടിയിൽ നിന്ന് മാറാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് അവൾക്ക് ആൺകൂട്ടൊന്നുമില്ല. ഇന്നവൾ പത്രമെടുക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഷൂസിൻ്റെ ശബ്ദം കേട്ടത്. സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ടിപ്പിക്കൽ അമ്മാവൻ, പക്ഷെ മോഡേണാണ്. അതുകൊണ്ട് അങ്കിളെന്ന് വിളിക്കുന്നതായിരിക്കും നല്ലതെന്ന് അവൾക്ക് തോന്നി. അങ്കിൾ നോക്കിയപ്പോൾ അവൾ ചിരിച്ചു. അങ്കിളും ചിരിച്ചു. അങ്കിൾ എന്തെങ്കിലും കുശലം ചോദിക്കുമെന്ന് അവൾ കരുതി. പക്ഷെ ഒന്നും ഉണ്ടായില്ല. അങ്കിൾ വേഗത്തിൽ നടന്നുപോയി. പക്ഷേ ഒറ്റ നോട്ടത്തിന് അങ്കിളിനെ കണ്ടാലറിയാം, റിച്ചാണ്. അങ്കിളിനെ പറ്റി കൂടുതൽ അറിയണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ആരോട് ചോദിക്കാനാണ്? അവൾക്ക് സൗഹൃദങ്ങളൊന്നുമില്ല. പിന്നെ അവൾ എന്നും രാവിലെ അങ്കിളിനെ കാത്തു നിൽക്കും, പത്രമെടുക്കാനാണെന്ന ഭാവത്തിൽ. അങ്കിളിനെ കാണുമ്പോൾ അവളൊന്ന് ചിരിക്കും. അങ്കിളും ചിരിക്കും. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കൂടുതൽ പുരോഗതി ഒന്നുമില്ല. അവൾ എന്നും രാവിലെ നന്നായി ഒരുങ്ങുന്നുണ്ട്. എന്നും പുതിയ വേഷങ്ങൾ ധരിക്കും. പക്ഷേ അങ്കിൾ മുഖത്തേക്കല്ലാതെ ഒന്ന് നോക്കുന്നത് പോലുമില്ല. പതിവ് പോലെ അങ്കിൾ ദൂരെ നിന്ന് വരുന്നത് അവൾ കണ്ടു. അവൾ പത്രം വായിച്ചു നിന്നു. അങ്കിൾ ഒരു പുഞ്ചിരി സമ്മാനിച്ച് കടന്നുപോയി. അങ്കിൾ, അവൾ വിളിച്ചു. അങ്കിൾ പെട്ടെന്ന് നിന്നു. എന്നിട്ട് തിരിഞ്ഞു നോക്കി. ഒന്ന് പരിചയപ്പെടുന്നതിൽ വിരോധമുണ്ടോ? അവൾ ചോദിച്ചു. ഒരു വിരോധവുമില്ല. എൻ്റെ പേര് അശോക്. ലണ്ടനിലായിരുന്നു. ഇപ്പോൾ നാട്ടിൽ വിശ്രമ ജീവിതം. തനിച്ചാണ്. രാവിലെ നടക്കുന്നത് നല്ലതാണെന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് എന്നും 5 കിലോമീറ്റർ നടക്കും. അങ്കിൾ പറഞ്ഞു. എൻ്റെ പേര് രേഷ്മ. +2 പഠിക്കുന്നു. എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. ഞാനിതുപോലെ രാവിലെ ഒന്നും നടക്കാൻ പോകുമായിരുന്നു. പക്ഷെ നാട്ടുകാരുടെ കമൻറ്റ് കേട്ട് മടുത്തു. ചെക്കന്മാർ രാവിലെ സൈക്കിളിലും ബൈക്കിലും പിന്നാലെ വരാൻ തുടങ്ങി. അതോടെ എന്നെപ്പറ്റി പുതിയ കഥകൾ ഇറങ്ങാൻ തുടങ്ങി. അത് അമ്മ അറിഞ്ഞതോടെ എൻ്റെ നടപ്പ് നിന്നു. കുസൃതിച്ചിരിയോടെ അവൾ പറഞ്ഞു. തോറ്റ് പിന്മാറി എന്ന് പറയുന്നതല്ലേ ശരി? താൻ കേട്ടിട്ടില്ലേ? ഫലവൾ മാവിലെ കല്ലേറ് കിട്ടു. കുസൃതിച്ചിരിയോടെ അങ്കിൾ പറഞ്ഞു. അവൾ കോരിത്തെരിച്ചു പോയി. അവൾ നാണത്തോടെ അങ്കിളിനെ നോക്കി. അമ്മ ഇവിടെ ഇല്ലല്ലേ? അങ്കിൾ ചോദിച്ചു. എങ്ങനെ മനസ്സിലായി? അവൾ ചോദിച്ചു. നിന്റെ ധൈര്യം കണ്ടപ്പോൾ മനസ്സിലായി. അമ്മ വലിയ വിശ്വാസിയാണ്. അവൾ പറഞ്ഞു. നമ്മൾ സംസാരിച്ച് നിൽക്കുന്ന ആരെങ്കിലും കണ്ടാൽ നമ്മളെപ്പറ്റിയും പുതിയ കഥകൾ ഇറങ്ങും. പിന്നെ എന്നെ കുറ്റം പറഞ്ഞേക്കരുത്. അങ്കിൾ പറഞ്ഞു. ഫലവൾ മാവിലെ കല്ലേറ് കിട്ടുമെന്നല്ലേ അങ്കിൾ പറഞ്ഞത്? കുസൃതിച്ചിരിയോടെ അവൾ ചോദിച്ചു. കല്ലേറൊന്നും കിട്ടിയാലും കുഴപ്പമില്ല. പക്ഷെ തൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ. ഒരു ജീവിതം മുഴുവൻ മുന്നിൽ നീണ്ടു നിവർന്ന് കിടക്കുകയല്ലേ? കുസൃതിച്ചിരിയോടെ അങ്കിൾ പറഞ്ഞു. തന്നെ ഞാൻ എന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നോട് സംസാരിക്കാനുള്ള വെമ്പൽ തൻ്റെ കണ്ണുകളിൽ ഞാൻ കാണുന്നുണ്ടായിരുന്നു. തനിക്ക് ധൈര്യമുണ്ടോയെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്കിൾ പറഞ്ഞു. അങ്കിളിൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോകുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഞാൻ തോറ്റുപോയി. അവൾ പറഞ്ഞു. താൻ തോറ്റിട്ടൊന്നുമില്ല. ഈ വഴി ഞാൻ തിരഞ്ഞെടുത്തത് തന്നെ കാണാൻ വേണ്ടി തന്നെയാണ്. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അങ്കിൾ പറഞ്ഞു. അവൾക്ക് വീണ്ടും രോമാഞ്ചം വന്നു. അങ്കിളിനോട് സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഇത് 2ാം തവണയാണ് രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. അങ്കിൾ ചുറ്റും നോക്കി. വിശാലമായ പറമ്പാണ്. അതിന് നടുക്ക് ഓടിട്ട പഴയൊരു വീട്. പക്ഷേ വീട് കണ്ടാലറിയാം പഴയ തറവാടുകളാണെന്ന്. 4 കെട്ടാണ്. പേടിക്കണ്ട. കല്യാണ പ്രശ്നങ്ങളൊക്കെ കാണാറില്ലേ? പാരമ്പര്യമുള്ള തറവാടാണെന്ന്. അതുപോലൊന്നാണ് ഞങ്ങളുടേത്. കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞത്. അങ്കിൾ അവളെ നോക്കി. അവളുടെ സംസാരത്തിലെ സൂചന അങ്കിളിന് മനസ്സിലായി. പെണ്ണ് തന്നെ കണ്ണും പൊട്ടി പ്രേമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഒന്നും പറഞ്ഞാൽ അവളുടെ തലയിൽ കയറില്ലെന്ന് അങ്കിളിന് ഉറപ്പാണ്. ഞാൻ കൂടെ വന്നോട്ടെ? പണ്ട് കളിയാക്കിയവളുടെ മുന്നിലൂടെ എനിക്ക് നെഞ്ചി വെച്ചൊന്ന് നടക്കണം. അവൾ പറഞ്ഞു. അവൾ കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയാണെന്ന് അങ്കിളിന് മനസ്സിലായി. അമ്മ വഴക്ക് പറയില്ലേ? അങ്കിൾ ചോദിച്ചു. അമ്മ ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞോളാം. അവൾ പറഞ്ഞു. അവൾ അകത്തേക്ക് ഓടാൻ തുടങ്ങിയപ്പോൾ അങ്കിൾ ചോദിച്ചു. ഈ വേഷത്തിന് എന്താ കുഴപ്പം? മുട്ടൊപ്പം ഇറക്കമുള്ളൊരു പാവാടയാണ് അവളുടെ വേഷം. നടക്കുമ്പോൾ പാവാടത്തും അല്പം കൂടി പൊങ്ങും. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഇത് തന്നെ ധാരാളം. അങ്കിൾ പറഞ്ഞു. അവൾ നാണത്തോടെ അങ്കിളിനെ നോക്കി. അവളുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ട്. അവൾ പെട്ടെന്ന് ഗേറ്റ് പൊട്ടി അങ്കിളുടെ ഒപ്പം നടന്നു. അവളൊപ്പം എത്താൻ വേണ്ടി അങ്കിൾ സ്പീഡ് കുറച്ചാണ് നടന്നത്. ഡേ തടിയാ, എവിടുന്നൊരു അശരീരി കേട്ടു. എന്നെയാണ്. ആ പേരിലൊരു സിനിമയില്ലേ? അതുകൊണ്ട് വിളിക്കുന്നതാവും. അങ്കിൾ പറഞ്ഞു. എനിക്ക് പല പേരുകളുണ്ട് കേട്ടോ. അങ്കിൾ ബൺ, തടിയൻ, അങ്ങനെ പലതും. ആദ്യമൊക്കെ ദേഷ്യം വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ ഞാൻ ആസ്വദിക്കാൻ തുടങ്ങി. അങ്കിൾ പറഞ്ഞു. എന്നെ ഇനി എന്തായിരിക്കും വിളിക്കാൻ പോകുന്നത്? അവളുടെ ആത്മകഥ അങ്കിൾ കേട്ടു. അങ്കിൾ അവളെ അടിപിടി നോക്കി. പാവാടക്കാരി എന്നാവും, അല്ലെങ്കിൽ കാന്താരിപ്പെണ്ണ്, സിംഗപ്പെണ്ണ്, അങ്ങനെ പലതും ഉണ്ടല്ലോ. അങ്കിൾ പറഞ്ഞു. അങ്ങനെയൊക്കെ വിളിക്കുന്ന ക്രെഡിറ്റ് അല്ലേ? നാട്ടുകാരങ്ങനെയൊന്നും വിളിക്കില്ല. ചാട്ടക്കാരി, ഇളക്കക്കാരി, വെടി എന്നൊക്കെ ആവും വിളിക്കുക. നാണത്തോടെ അവൾ പറഞ്ഞു. അങ്ങനെ നേരിട്ട് വിളിക്കുന്നുണ്ട് ഷേപ്പ് ചെയ്യാൻ മാറ്റും. അങ്കിൾ പറഞ്ഞു. അങ്കിൾ മുഷ്ടി ചുറ്റുന്ന അവൾ കണ്ടു. ഈ പ്രായത്തിൽ ഇങ്ങനെയാണെങ്കിൽ നല്ല പ്രായത്തിൽ എന്തായിരിക്കും? അപ്പോൾ അതാണ് അവൾ ചിന്തിച്ചത്. നല്ലൊരു പടക്കമാണല്ലോ കൂടെയുള്ളത്. വഴിയരികിൽ നിന്ന ചെറുപ്പക്കാരൻ്റെ ആത്മകഥ ഉച്ചത്തിലായിരുന്നു. അവൾ കുസൃതിച്ചിരിയോടെ അങ്കിളിനെ നോക്കി. ഇത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത. കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു. പിന്നെ അവൾ കേട്ടതൊരു നിലവിളിയാണ്. അവൻ്റെ ഓർഡറുകൾ കാനിലേക്ക് തെറിച്ച് പോകുന്നത് അവൾ കണ്ടു. അവൻ ചാടിപ്പഴം എഴുന്നേറ്റിട്ട് അന്തം പറ്റി ചുറ്റും നോക്കുന്ന അവൾ കണ്ടു. തന്നെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ചെറുപ്പക്കാരനെ ഓടിപ്പോയി. അവൻ കേസ് കൊടുത്ത് എന്ത് ചെയ്യും? ഭീതിയോടെ അവൾ ചോദിച്ചു. തന്നെ കയറി പിടിക്കാൻ വന്നപ്പോൾ ചെയ്തതാണെന്ന് പറയും. ചെക്കനകത്താകും. അങ്കിൾ പറഞ്ഞു. പേടിക്കണ്ട, അവൻ കേസൊന്നും കൊടുക്കില്ല. നാളെ ചിലപ്പോൾ കൂട്ടുകാരൻ കുട്ടി പ്രതികാരം ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്കിൾ പറഞ്ഞു. ഞാൻ വന്നോടെ അങ്കിൾ ബിസിയാകുന്ന ലക്ഷണമുണ്ട്. കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു. ഇപ്പോൾ തന്നെ ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. അങ്കിൾ വീണ്ടും മുഷ്ടി ചുരുട്ടി. അങ്കിളുടെ വീടിന് മുന്നിലെത്തിയപ്പോൾ അങ്കിൾ യാത്ര പറഞ്ഞു. എന്നെ ക്ഷണിക്കുന്നില്ലേ? അവൾ ചോദിച്ചു. അത് വേണോ? കള്ളച്ചിരിയോടെ അങ്കിൾ ചോദിച്ചു. എനിക്ക് പേടിയൊന്നുമില്ല. അങ്കിളിന് പേടിയാണെങ്കിൽ വിട്ടേരെ. അവൾ പറഞ്ഞു. അങ്കിൾ അവളെ അകത്തേക്ക് ക്ഷണിച്ചു. വാതിൽ തുറന്നത് ഒരു ചെറുപ്പക്കാരിയാണ്. അങ്കിളിന് ആരുമില്ലെന്ന് പറഞ്ഞിട്ട് അവൾ ചോദിച്ചു. ഇത് സെർവൻ്റാണ്. അങ്കിൾ പറഞ്ഞു. കണ്ടാൽ അങ്കിളുടെ ഗേൾഫ്രണ്ടാണെന്നേ പറയൂ. കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു. ചിലപ്പോൾ അവൾ എൻ്റെ ഗേൾഫ്രണ്ടുമാകും. കള്ളച്ചിരിയോടെ അങ്കിൾ പറഞ്ഞു. അവൾ കുസൃതിച്ചിരിയോടെ അങ്കിളിനെ നോക്കി. അങ്കിളിന് വേണ്ടി തയ്യാറാക്കി വെച്ച ആപ്പിൾ ജ്യൂസ് ഡൈനിങ് ടേബിളിൽ ഇരിപ്പുണ്ട്.
ഒരു ഗ്ലാസ് കൂടി എടുത്തോളൂ അങ്കിൾ പറഞ്ഞു. സെർവൻ്റ് അകത്തേക്ക് പോയി. അവൾ തിരിച്ചു വന്നപ്പോൾ അങ്കിളുടെ സംസാരം അവൾ കേട്ടു. നീ കാത്തു നിന്നപ്പോൾ എനിക്കറിയാമായിരുന്നു നിൻ്റെ മനസ്സിലെന്താണെന്ന്. അവർ ഒന്നാകുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ തിരിച്ചു നടന്നു. അങ്കിളിൻ്റെ അടുത്തുനിന്ന് മടങ്ങുമ്പോൾ തനിച്ചാണെന്ന് രേഷ്മയ്ക്ക് തോന്നിയില്ല. അങ്കിൾ കൂടെ ഉള്ളതുപോലെ അവൾക്ക് തോന്നി. പിന്നെ ഒരു ദിവസം കടന്നു കിട്ടാനായിരുന്നു വലിയ പാട്. രാവിലെ അവൾ അങ്കിളിനെ കാത്തു നിന്നു. അന്ന് മറ്റൊരു വഴിയിലൂടെയാണ് അവർ നടന്നത്. ശത്രുവിൻ്റെ മടയിലേക്ക് ചെന്ന് കയറി കൊടുക്കുന്നത് ബുദ്ധിയല്ല അങ്കിൾ പറഞ്ഞു. ഇന്നലത്തെ വഴക്ക് അവൾ ഓർത്തു. ഇതായിരുന്നു എൻ്റെ പഴയ റൂട്ട്. എന്നും എന്നെ കമൻ്റ് അടിക്കുന്ന ഒരു ചക്കൻ ഇവിടെ ഉണ്ടായിരുന്നു അവൾ പറഞ്ഞു. അങ്കിൾ ചിരിച്ചു. അവൻ എന്നും നിന്നെ കാത്തു നിന്നെങ്കിൽ അവൻ്റെ മനസ്സിൽ നീ ഉണ്ടായിരിക്കും. നിൻ്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയായിരിക്കും അവൻ കമൻ്റ് അടിച്ചത് അങ്കിൾ പറഞ്ഞു. അവളുടെ കണ്ണുകൾ തിളങ്ങി. അവൻ്റെ ശല്യം കാരണമാണ് ഞാൻ നടപ്പ് നിർത്തിയത് അവൾ പറഞ്ഞു. നീ അവഗണിച്ചപ്പോൾ അവന് ദേഷ്യം വന്ന് കാണും അങ്കിൾ പറഞ്ഞു. ഇന്നും ചക്കൻ വെറുതെ ഇരുന്നില്ല. അങ്കിളിനെ കളിയാക്കാൻ ഇറങ്ങിയതാണ്. അപ്പോഴാണ് അവളെ കണ്ടത്. നീർക്കോലിയും പെരുമ്പാമ്പും കൂടി എങ്ങോട്ടാ? അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ അങ്കിൾ ചിരിയാണ് വന്നത്. ഇത്രയും നല്ല രൂപമ അങ്കിൾ കേട്ടിട്ടില്ല. അവൾ സ്ലിം ബ്യൂട്ടിയാണ്. അങ്കിൾ നല്ല തടിയനും. നീർക്കോലി നിനക്ക് ഇഷ്ടമാണോടാ അങ്കിൾ വിളിച്ചു ചോദിച്ചു. അവൻ കൺഫ്യൂഷനിലായി. അവൻ ബൈക്കിലും കാറിലൊക്കെ പോകുന്നത് അവൾ കണ്ടിട്ടുണ്ട്. കാശുള്ള വീട്ടിലെ ചെക്കനാണ്. നീർക്കോലിക്ക് വലിയ ജാടയാണ് അങ്കിൾ അവൻ വിളിച്ചു പറഞ്ഞു. ആണാണെങ്കിൽ ഇഷ്ടം മുഖത്ത് നോക്കി പറയണം അങ്കിൾ പറഞ്ഞു. അവൻ ഒരു നിമിഷം കൊണ്ട് ടെറസിൽ നിന്ന് താഴെ എത്തി. സോറി അങ്കിൾ അടിപൊളിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു അവൻ പറഞ്ഞു. എന്നിട്ട് അവളുടെ മുഖത്ത് നോക്കി അവൻ പറഞ്ഞു. നിന്നെ എനിക്കിഷ്ടമാണ്. നിന്നെ കാണാൻ വേണ്ടി ബൈക്കിനും കാറിനും അടിച്ച പെട്രോളിൻ്റെ കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ മുതലാളിയായെന്നെ അവൻ പറഞ്ഞു. അവൾ നാണത്തോടെ അവനെ നോക്കി. ഇനി നിങ്ങളുടെ പാടായി അങ്കിൾ വേഗത്തിൽ നടന്നുപോയി. അവൻ്റെ പേര് അഭിഷേകം എന്നാണ്. രണ്ടുപേരും കുറച്ചു നേരം സംസാരിച്ച് നിന്നു. പിന്നെ ഫോൺ നമ്പർ കൈമാറി. പിന്നെ മനസ്സില്ലാ മനസ്സോടെ പിരിഞ്ഞു. ഒന്നാകണമെന്ന് രണ്ടുപേർക്കും ആഗ്രഹമുണ്ടായിരുന്നു. അടുത്ത പ്രഭാതത്തിൽ ജോഗിങ്ങിന് ഒരാൾ കൂടി അവരുടെ കൂടെ ജോയിൻ ചെയ്തു. അഭിഷേക്. ഞാൻ സ്വർഗത്തിലെ കട്ടുറുമ്പാകുന്നില്ല അങ്കിൾ അല്പം വേഗത്തിൽ നടന്നു. വീടിന് മുന്നിലെത്തിയപ്പോൾ അങ്കിൾ അവരെ ക്ഷണിച്ചു. ഇവിടെ നിങ്ങളെ ആരും ശല്യപ്പെടുത്തില്ല അങ്കിൾ പറഞ്ഞു. ഒന്നാകുമ്പോൾ അവൻ മന്ത്രിച്ചു. ഇത് ഇന്നലെ തുടങ്ങിയ പ്രേമമല്ല കേട്ടോ. ഒരു വർഷമായി നീ എൻ്റെ മനസ്സിലുണ്ട്. അവളുടെ കണ്ണുകൾ തിളങ്ങി. പെട്ടെന്നാണ് അവളുടെ കുറച്ചകന്ന ബന്ധുക്കൾ അവിടേക്ക് വന്നത്. അവളെ ഇറക്കി വിടടാ അവരാക്രോശിച്ചു. രണ്ടുപേരും പ്രായപൂർത്തിയായവരാണ്. അവർക്കിഷ്ടമാണെങ്കിൽ കൊണ്ടുപോകൂ, അല്ലെങ്കിൽ മര്യാദയ്ക്ക് തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത് അങ്കിൾ പറഞ്ഞു. അവൾ അങ്കിളിനോട് എല്ലാം പറഞ്ഞിരുന്നു. അവളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ നോക്കുന്നവരാണവർ. അവർ വീണ്ടും ഭീഷണിപ്പെടുത്തിയപ്പോൾ അങ്കിൾ നോക്കി നിന്നില്ല. അഭിഷേകം അങ്കിളുടെ ഒപ്പം ഉണ്ടായിരുന്നു. അക്രമികൾ വന്നതിലും വേഗത്തിൽ സ്ഥലം വിട്ടു. അവരുടെ ചെരുപ്പുകൾ മാത്രം അവശേഷിച്ചു. അങ്കിളിൻ്റെ കാറിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അഭിഷേകം ഒപ്പം ഉണ്ടായിരുന്നു. മനസ്സിൽ ആത്മവിശ്വാസം നിറയുന്നത് അവൾ അറിഞ്ഞു.